സകലതും ഇപ്പൊ തമ്മിൽ തലതെറിച്ച് വീഴൂല്ലോ എന്റെ ഭഗവതി. മാത്യു കുഴൽനാടൻ ഇന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇത്രയധികം ബഹളം വെച്ചിട്ടുള്ള ഒരു മറുപടി ഒന്നും ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ വരേണ്ടതില്ല. ഞാനെന്ത് പറയാനാ, കരികാല വൈഭവം. നിങ്ങളുടെ പാർട്ടിയുടെ മസിൽ പവറോ ഉൾക്കരുത്തിന്റെ പവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ തപശക്തിയോ ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. അവന്റെ അഭ്യാസം ഈ ആരോമൽ ചേകവരോട് വേണ്ട എന്ന് പറഞ്ഞു. 81 ലക്ഷം രൂപ റിസീവ് ചെയ്തതിനുള്ള ടാക്സ് അടച്ചതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അയാൾ ഒരു കോടാലിയാണെന്നാ കേട്ടത്. 1.72 കോടി രൂപ വാങ്ങിയതിന്റെ IGST അടച്ചതുമായിട്ട് ബന്ധപ്പെട്ട രേഖകളൊന്നും കാണുന്നില്ല. അത് പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ള കാര്യം മാത്രമാണ് കുഴൽനാടൻ ചോദിച്ചിരിക്കുന്നത്. അദ്ദേഹം ചോദിച്ചിരിക്കുന്ന ചോദ്യം, ഈ രേഖ CPM പാർട്ടി സെക്രട്ടേറിയറ്റ് പുറത്തു വിടുമോ ഇല്ലയോ എന്നുള്ളത് മാത്രമാണ് ചോദിച്ചിരിക്കുന്നത്. അതിന് പുറത്ത് വിടുമെങ്കിൽ പുറത്ത് വിടുമെന്നും അല്ലെങ്കിൽ പുറത്ത് വിടാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അത് പറ്റില്ല എന്നും മാത്രമേ ഉള്ളൂ. ഇതിന്റെ അപ്പുറത്തേക്ക് വേറെ ഇതിന്റെ അകത്ത് ബഹളം വെക്കേണ്ട കാര്യമൊന്നുമില്ല. എന്റെ സംഗതി നേരെ പോ എന്നുള്ളതാണ്. ഈ കൈകൾ മാർപ്പാപ്പയെ പോലെ പരിശുദ്ധമാണ്. അല്ലാണ്ട് നമ്മളാരും അവിടെ വരികയും നിങ്ങളുടെ പാർട്ടിയുടെ കരുത്ത് എത്ര ഉണ്ടെന്നും നിങ്ങളുടെ പാർട്ടിയുടെ ആൾക്കാരുടെ മസിൽ പവർ എത്ര ഉണ്ടെന്നും നോക്കാനൊന്നും വന്നില്ല. അതുകൊണ്ട് ഇടതുപക്ഷത്തിന് കരുത്തുണ്ട്, ഇടതുപക്ഷത്തിന് ശക്തിയുണ്ട്. നിങ്ങൾക്ക് കരുത്തുണ്ടായിക്കോട്ടെ, നിങ്ങൾക്ക് ശക്തി ഉണ്ടായിക്കൊള്ളട്ടെ. നീ ആരോടാ കളിക്കുന്നത് നിനക്കറിയോ? ഒരു രാജവെമ്പാലയാ നീ നോച്ചുവിട്ടിരിക്കുന്നത്. നിങ്ങൾക്കൊരു ചോദ്യത്തിന് ഉത്തരം പറയാനുള്ള കരുത്തുണ്ടോ ഇല്ലയോ എന്നുള്ളതിൽ നിന്നാണ് പൊതുജനം നിങ്ങളുടെ പാർട്ടിയുടെ ശരിയായ കരുത്ത് എന്താണെന്നുള്ള കാര്യം അസസ് ചെയ്യുന്നത്. അത് മാത്രം പറഞ്ഞാൽ മതി. ഇതിന്റെ അകത്ത് ഇത്രയും ബഹളം വെക്കേണ്ടതിന്റെയോ വൈകാരികമായ വികാര വിക്ഷോഭം കൊള്ളേണ്ടതിന്റേതോ ആയിട്ടുള്ള യാതൊരു ആവശ്യവുമില്ല. ഒന്ന് പറഞ്ഞ രണ്ടാമത്തെ തുണി പൊക്കി കാണിക്കും. സേവനത്തിനാണ് നികുതി അടയ്ക്കേണ്ടത്. അപ്പൊ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സേവനം എന്താണ്? CMRLന്റെ ഓഫീസിലെ ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞപ്പോ മാറ്റി വെച്ചു എന്നുള്ളതായിരുന്നോ? അതോ പീരിയോഡിക് ടേബിള് പോളിഷ് ചെയ്ത് കൊടുത്തു എന്നുള്ളതായിരുന്നോ? അതോ വിൻഡോസിന്റെ ചില്ല് പൊട്ടിയപ്പോ പാളി മൊത്തമായിട്ട് മാറ്റിയിട്ട് കൊടുത്തു എന്നായിരുന്നോ? എന്തായിരുന്നു സേവനം? അതോ ഓന്തിന് പെയിന്റ് അടിച്ചു എന്നുള്ളതായിരുന്നോ? അതോ അണ്ണാറക്കണ്ണനെ മരം കയറാൻ പഠിപ്പിച്ചു എന്നുള്ളതായിരുന്നു? എന്തായിരുന്നു ഈ സേവനം? അതാണ് ഇതുവരെയും പുറത്തു വരാത്തത്. അപ്പൊ ഒരു സേവനത്തിന് GST അടയ്ക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ സേവനം എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് വെളിപ്പെടുത്തേണ്ടി വരില്ലേ? നികുതി വകുപ്പ് ഇതിനകത്ത് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നുണ്ട്. ആ പറയുന്ന അവരുടെ ഓർഡറിന്റെ 48ാമത്തെ പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട്, ഒരു സേവനവും അവർ കൊടുത്തിട്ടില്ല. പകരം ഇവരൊരു പൊളിറ്റിക്കൽ ലീഡറിന്റെ മകളായത് കൊണ്ടാണ് ഈ പറയുന്ന കാശ് കൊടുത്തിരിക്കുന്നത്. ഇനി നിൽക്കണ്ട വലിയ നിങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ എന്നെ പോലും വിളിച്ചെടുത്തിക്കൊണ്ട് അപമാനിക്കുക. അല്ല, അപമാനിക്കുന്നതിന്റെ അല്ല റജി ലൂക്കോസെ, അപമാനിക്കുന്നതിന്റെ അല്ല. ഇതിനകത്ത് വിഷയം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ ചെയ്യാ? എന്നോട് ചെയ്തത് ഒരു പാരന്റ്സുമായിട്ട് ചർച്ച ചെയ്യുമ്പോൾ നിങ്ങളത് മാപ്പ് പറയിപ്പിച്ചില്ല, പിൻവലിപ്പിച്ചില്ലെങ്കിൽ തുടക്കം മുതൽ തന്നെ ശ്രീ റജി ലൂക്കോസ് ഈ ചർച്ച ഉഴപ്പുവാണ്. ലക്ഷങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പാർട്ടിയാ. ആ പാർട്ടിനെ ഇത്രയ്ക്കും വൃത്തികെട്ട അന്തസ്സില്ലാത്ത വാക്കുകൊണ്ട് വർണ്ണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പാർട്ടിയിൽ ഇരിക്കുന്നില്ല. ഞാൻ മിനിഞ്ഞാന്ന് CPM കാരനായവരല്ല. എനിക്കിവിടെ നെലിയും വിലയൊക്കെ ഉള്ളത് വിലയല്ലേ, അതെനിക്ക് അറിയാവുന്നതല്ലേ ഉള്ളൂ. 1 മിനിറ്റ് ഞാൻ സമയം തരും, ഞാൻ ഈ ചർച്ചയിൽ ഇറങ്ങി പോകും. താങ്കൾ അല്ല, ഉത്തരവില്ലെങ്കിൽ താങ്കൾ സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണ്. നീ ഇല്ലാതെ ഒറ്റയ്ക്ക് അവിടെ ഒരു രസമില്ല. അപ്പൊ അടിച്ച് പുറത്താക്കിയതല്ല, പുറത്താക്കാന്റെ പട്ടിയെന്ന് കൊടുക്കും. നീ ഇറങ്ങി പോടാ മോനെ എന്ന് പറഞ്ഞത് ഞാനിങ്ങ് പുറത്തിറങ്ങി കൊടുത്തത്. ശ്രീ ജോൺ ബ്രിട്ടാസ് ഞാൻ വളരെയധികം റെസ്പെക്ട് ചെയ്യുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. നമ്മളൊക്കെ കണ്ടു പഠിക്കുന്ന ഒരു പൊളിറ്റീഷ്യനാണ്. അതെന്തിനാടാ പുതിയ അദ്ദേഹത്തിനോട് ഒരുപാട് ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ അദ്ദേഹത്തോട് പറയാൻ, അങ്ങ് എന്നോട് സ്പീക്കർ പദവിയെ കുറിച്ചിട്ടും അതിന്റെ മഹത്വത്തെ കുറിച്ചും അങ്ങ് എനിക്ക് ക്ലാസ് എടുത്തു. ആ ക്ലാസ് മുഴുവൻ ഞാൻ കേട്ടു. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തിയില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. അങ്ങേ ഞാൻ തിരിച്ചൊരു പേര് ഓർമ്മിപ്പിക്കുകയാണ്. ആ പേര് സോമനാഥ ചാറ്റർജി എന്നാണ്. സഹോദരന്മാരെ, നിങ്ങൾ ഹലാക്കിതാക്കരുത്. ഞാനൊരു ചെറിയ ജാടയിൽ അങ്ങനെ നിന്നു പോവുകയാണ്. അദ്ദേഹം സ്പീക്കർ കസേരയിൽ ഇരിക്കുന്ന സമയത്ത് എന്തായിരുന്നു നിങ്ങൾ അദ്ദേഹത്തോടെടുത്ത നിലപാടെന്നും അദ്ദേഹത്തെ എന്തുകൊണ്ട് പുറത്താക്കേണ്ടി വരുമെന്നും അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. മനസ്സിലായില്ല.
മനസ്സിലാക്കാൻ നിന്റെ പാർട്ടിക്കാരെ പോലെ തന്നെ നിനക്കും കുറച്ച് ടൈം എടുക്കും. അപ്പൊ അങ്ങ് സ്പീക്കർ പദവിയെ കുറിച്ചിട്ട് ഞങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അങ്ങയുടെ പാർട്ടി എന്താണ് സ്പീക്കർ വിഷയത്തിൽ എടുത്തിരുന്ന നിലപാടെന്ന് അങ്ങ് ഓർക്കുന്നത് നല്ലതാണ്. ഒരു റീ എൻട്രിക്ക് ശ്രമിക്കുമ്പോ ആരംഭത്തിൽ അപമാനം. ഈ CPM-ന് കേരളത്തിലെങ്കിലും സ്വന്തം നിലയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ? ഇല്ലല്ലോ. പക്ഷെ CPM കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ ജയിച്ചു കഴിഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു കഴിഞ്ഞത് അതിശക്തമായ തിരിച്ചുവരവ്, ഗംഭീര തിരിച്ചുവരവ് എന്നാണ്. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്ത് പോലും സ്വന്തം നിലയ്ക്ക് അധികാരം നേടാൻ 71 സീറ്റ് കേവല ഭൂരിപക്ഷം നേടി അധികാരം നേടാനുള്ള ത്രാണി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇല്ല. വലിയ ക്ഷീണായി പോയി. അടികളുടെ മുഖത്ത് ഞങ്ങൾ ഇനി എങ്ങനെ നോക്കും? തത്വം പഠിപ്പിച്ചാൽ മാത്രം പോരാ, പ്രവൃത്തിയിൽ അത് കാണണം. ആ നിങ്ങളാണ് ഞങ്ങളെ നോക്കിയിട്ട് 240 സീറ്റേ കിട്ടിയുള്ളൂ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത്. ഇനി നമ്മളിപ്പോ എന്താ ചെയ്യാ? ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യുക? കുറച്ച് കഷ്ടമാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. CPM-ന് ഞങ്ങൾ ചെറിയ പാർട്ടിയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ. ഒടുവിൽ കുറ്റസമ്മതം നടത്തി അല്ലേ? ഞങ്ങൾക്ക് കോൺഗ്രസുമായിട്ട് അഭിപ്രായ വ്യത്യാസമുണ്ടെന്ന് പറഞ്ഞല്ലോ. കേരളത്തിൽ CPM-ന് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഭൂരിപക്ഷം ഉണ്ടോ എന്നുള്ളത് പതിറ്റാണ്ടുകളായി കേരളത്തിലെ മുന്നണി രാഷ്ട്രീയമാണെന്നുള്ളത് എന്റെ ഇളയ സ്നേഹിതനെ അറിഞ്ഞുകൂടെ? ഇതൊന്നും ഇതുവരെ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ. എനിക്ക് സംസാരിക്കാൻ നിങ്ങളൊരു അവസരം ഇതുവരെ തന്നിട്ടില്ലല്ലോ. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്? അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.